ഹായ് ഓൾ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. 2 months ബാക്ക് നമ്മൾ നാട്ടിലേക്ക് പോയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ബീച്ച് റിസോർട്ടിൽ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ഫോർ എ 1 day സ്റ്റേ. സോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ദ വീഡിയോ. അവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബായിരുന്നു. സൂപ്പർബായിരുന്നു. കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഇസ് ദ എൻട്രൻസ് ഒക്കെ നല്ലൊരു എന്താ പറയുക, ഒരു കേരള ട്രഡീഷണൽ വീടിൻ്റെ ഒരു രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായി തോന്നി, നടുമുറ്റൊക്കെ ആയിട്ട്. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 12:30 1 PM ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ചെക്ക് ഇൻ ടൈം വാസ് 2 PM. സോ നമ്മൾക്കൊരു 1 hour കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ ആ ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കാതെയാണ് വന്നത്. സോ ഇവിടുന്ന് ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. സോ ഫുഡ് നമ്മൾ നോർമൽ റൈസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ചിക്കൻ ഐറ്റംസ്, പിന്നെ കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന കുറച്ച് 2-3 ഐറ്റമൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വാസ് കൈൻഡ് ഓഫ് ആവറേജ് ഓക്കെ ആയിരുന്നു. റേറ്റ് കമ്പയർ ചെയ്താൽ ഫുഡ് ആവറേജ് ആയിരുന്നു. പിന്നെ ലാക്കാട്ടെ ആയിരുന്നു. ബഫേ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയമായതുകൊണ്ട്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. ഇതൊരു പ്രൈവറ്റ് ബീച്ച് റിസോർട്ടാണ്. സോ അവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. സ്വിമ്മിംഗ് പൂളാണെങ്കിലും ബീച്ച് സൈഡ് ഏരിയ ആണെങ്കിലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ലക്ഷറി ഓഷ്യൻ ബീച്ച് വ്യൂ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂമായിരുന്നു വിത്ത് എ കിങ് സൈസ് ബെഡ്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് അവർ 2 ബെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളായതുകൊണ്ട് നമ്മൾ 1 മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വാസ് മോർ ദാൻ ഇനഫ് ഫോർ us. ഇതാണ് ബാത്റൂം. സോ ഇത് റൂഫൊക്കെ ഓപ്പൺ ഉള്ള ടൈപ്പായിരുന്നു. ഷവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ മേലെ നോക്കിയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ബാൽക്കണിയിലിരുന്നാൽ ബീച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളെത്തിയത് ഒരു 2 PM 2:30 ഒക്കെ ആകുമ്പോഴാണ് റൂമിലേക്ക് എത്തിയത്. ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റുന്ന സമയമായിരുന്നില്ല. ആ ടൈമിൽ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ സൈഡിൽ. കാരണം ആരെയും കണ്ടില്ല. പിന്നെ രാത്രി ആകുമ്പോഴൊക്കെയാണ് ആൾക്കാർ വരാൻ തുടങ്ങിയത് ബീച്ച് സൈഡിലൊക്കെ. ഇതാണ് ഇത് ഒരു ചായക്കട ടൈപ്പ് ഓഫ് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വൈകുന്നേരം ചായയൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് ഇവിടുന്ന് ചായയൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും എൻജോയ് ചെയ്തത് കുട്ടികളാണ്. അവരായിരുന്നു കുറേ നാളുകളായി ബീച്ചിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം വന്നപ്പോഴും മഴക്കാലത്ത് വന്നുകൊണ്ട് നമ്മൾക്ക് ബീച്ചിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വന്നതുകൊണ്ട് ഓക്കെ, ഇപ്രാവശ്യം ബീച്ച് ജസ്റ്റ് ഒരു 1-2 hours ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് വരുന്നതിനേക്കാളും വൈ നോട്ട് പ്രൈവറ്റ് ബീച്ച് റിസോർട്ട് എന്ന് വിചാരിച്ചു. അത് നമ്മളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 1/2 hour ഡിസ്റ്റൻസ് തന്നെയാണിത്. അതുകൊണ്ടാണ് നമ്മൾ അമ്മയും കൂടെ വന്നത്. ഇവിടെ സ്റ്റേ ചെയ്തത് ഞാനും ഹസ്ബൻഡ് 2 മക്കളും മാത്രം. എൻ്റെ അമ്മ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോവുകയാണ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ്. ഇപ്പം നമ്മൾക്ക് ഡേ ടൈം മാത്രം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ അതിനെയും അവിടെ പോകാം. ജസ്റ്റ് കൈൻഡ് ഓഫ് ദർ ഈസ് എ ടൈം ഫോർ ദാറ്റ്. രാവിലെ ഒരു 11 to 6 അതാണ് അങ്ങനെ ടൈമിങ്. ഇപ്പം നമ്മൾ താമസിക്കാനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റായിട്ടും വരാൻ പറ്റും. ഒരു തിങ് ഈസ് അവർക്ക് റൂം കിട്ടില്ല. ഇപ്പം നമ്മളുടെ കൂടെ വന്നതുകൊണ്ട് നമ്മളുടെ റൂമിലാണ് അമ്മ സ്പെൻഡ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നത്, ലഞ്ച് ടൈമിൽ ഇങ്ങനെ കൂടെ വരുന്ന ആൾക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. സോ അവർക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ആ ഒരു പാക്കേജിൽ തന്നെ ഫുഡും ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു, കളിക്കാനൊക്കെ. കുട്ടികൾ ഫുട്ബോളൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവിടെ കുറേ നേരം കളിച്ചു. പിന്നെ ഇവിടെ കുറേ തരം റൂംസൊക്കെ ഉണ്ടായിരുന്നു. എന്താ വില്ല ടൈപ്പ് റൂം, 2-3 ബെഡ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നു. സോ ഇന്ന് ഓരോ ദിവസം ലൈക്ക് വേറെ വേറെ പലഹാരങ്ങളാണെന്ന് അവർ പറഞ്ഞ് ചോദിച്ചപ്പോൾ. സോ ഇന്ന് ഇലയുടെയും ഉള്ളിവടയും പിന്നെ പരിപ്പോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നുറുക്ക് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. അങ്ങനെ ഒന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഒന്നുമില്ല. എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും എടുക്കാം. What? That! What is that huge lump of grass that came out of nowhere? Huh? Huh? ഇതാണ് അവിടുത്തെ സ്വിമ്മിങ് പൂൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് പല ടൈപ്പ് ഓഫ് റൂമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നാണിത്. പിന്നെ കൈൻഡ് ഓഫ് ഒരു പഴയ വീട് എന്നെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലൊരു ഓടിട്ട വീടൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇതിലൊരു 3 ബെഡ്റൂംസൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് വീടുകളാണത്. അതിപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫാമിലി, ഒരു 2-3 ഫാമിലീസ് ഒരുമിച്ച് വരുവാണെങ്കിൽ ദാറ്റ്സ് ഐ തിങ്ക് ദ ബെസ്റ്റ് ടു ബുക്ക് ഈ ടൈപ്പ് ഓഫ് വീട്. ചെറുപ്പത്തിൽ അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ വരുമ്പോഴുള്ളൊരു ഓർമ്മകളൊക്കെ വന്നു ഇതൊക്കെ കണ്ടപ്പോൾ. നല്ല വലിയൊരു തുളസിത്തറയും ഒരു പഴയൊരു കിണറും ഒരു മാവും നിറച്ച് മാങ്ങയൊക്കെ ആയിട്ട് നല്ലൊരു ഫീലായിരുന്നു. ഇതിലൂടെ കുറേ നേരം ഞാനും അമ്മയും ഇതിലൂടെയൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ബീച്ചിലേക്ക് കുട്ടികളെയും കൂട്ടി വന്നു. ഇതിനാണല്ലോ മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ. പിന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ നേരം കളിച്ചു.
പിന്നെ സ്വിമ്മിംഗ് പൂളിലും കുറേ നേരം രണ്ടുപേരും കൂടി ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ സൺസെറ്റൊക്കെ ആയപ്പം അമ്മ പിന്നെ ഒരു 6 o'clock ആകുമ്പം ഹസ്ബൻഡ് അമ്മയെ കൊണ്ടുവിട്ടിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ വീട് അടുത്ത് തന്നെയാണെന്ന്, ജസ്റ്റ് 1/2 hour ഡിസ്റ്റൻസ് ആയിരുന്നു. വീട് വരെ കൊണ്ടുവിട്ടില്ല, ഹാഫ് വേ കൊണ്ടുവിട്ടിട്ട് വന്നു. പിന്നെ അമ്മ അവിടെ നിന്ന് ഓട്ടോയിൽ വീട്ടിലേക്ക് പോയി. പിന്നെ കുളിച്ച് ഒന്ന് ഫ്രഷായ ശേഷം അപ്പോഴാണ് അവിടെ ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയത്. രാത്രിയാകുമ്പോൾ കുറേ പേര് ഐ തിങ്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ കുറേ പേര് വന്നു. കുട്ടികൾക്കും കളിക്കാൻ ആൾക്കാർ വേറെയും കുട്ടികളെ കിട്ടി. അവരുടെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ച് നല്ലപോലെ എൻജോയ് ചെയ്തു ഒരു 1 day. കൂടുതലും ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്നല്ല കേട്ടോ വരുന്നത്, കൂടുതലും കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരാണ് അവിടെ കണ്ടത്. ലൈക്ക് കർണാടകയിൽ നിന്ന്, ബാംഗ്ലൂർ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് 2-3 ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ പോയത് വീക്കെൻഡ് ടൈമിലായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു പോയത്. അതുകൊണ്ട് മേ ബി സാറ്റർഡേ സൺഡേ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി ആൾക്കാർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. സൂപ്പ്, സാലഡ്സ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പൊറോട്ട അതൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അധികമൊന്നും കഴിച്ചില്ല, കുറച്ച് സൂപ്പും ഫ്രൂട്ട്സും മാത്രം എടുത്ത് കഴിച്ചു. ഫുഡ് എനിക്ക് അത്ര ഒന്നും അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ആയിരുന്നു ഫുഡൊക്കെ കമ്പയർ ചെയ്യുമ്പം. ഇതൊരു ഫ്രൈഡ് റൈസ്, പപ്പടം. പിന്നെ നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബീച്ച് സൈഡിൽ. ആ സമയത്തും ആരുമില്ല. ഇതൊരു പ്രൈവറ്റ് ബീച്ച് റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് എ കൈൻഡ് ഓഫ് കാം ആൻഡ് പീസ്ഫുൾ. നല്ല റിലാക്സ് ചെയ്ത് ബീച്ച് സൈഡൊക്കെ ഞാനും കുട്ടികളൊക്കെ വാക്ക് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു 1 day or 2 day, ലൈക്ക് 1 day. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു 1 day or 2 days സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എന്താ പറയുക, ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് ഒരു 1 day എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഫാമിലിയുടെ കൂടെ ഒരു 1 day സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാൻ പറ്റിയ ഒരു പ്ലേസാണ്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഫാമിലിയായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് 2-3 ഫ്രണ്ട്സ് ഫാമിലീസിൻ്റെ കൂടെ ഒക്കെ വരാനാണെങ്കിൽ യു ക്യാൻ ബുക്ക് ദ വില്ല വിച്ച് ഐ മെൻഷൻഡ് ഏർലിയർ. അതിൽ ഒരു 2-3 bedrooms ഒക്കെ ഉണ്ടാവും. സോ ഇറ്റ് വിൽ അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ 2-3 days ഒക്കെ സ്റ്റേ ചെയ്ത് പോവാം. ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 AM ആണ്. പക്ഷെ നമ്മൾക്ക് അന്ന് രാവിലെ പറശ്ശിനിക്കടവൊക്കെ പോകാനുണ്ടായിരുന്നു, കുറച്ച് റിലേറ്റീവ്സ് വീട്ടിലൊക്കെ പോകാനുണ്ടായത് കൊണ്ട് നമ്മൾ കുറച്ച് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 8:30 ആകുമ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. പിന്നെ നമ്മൾക്ക് സ്പാ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ സ്പാ ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ടൈം കിട്ടിയില്ല.
ബിക്കോസ് അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈവനിങ് 6 PM വരെ അമ്മേൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പം ടൈം ഓൾമോസ്റ്റ് ഓവർ ആയിരുന്നു. ലൈക്ക് 6:30 സ്പാ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗും ഒബ്വിയസ്ലി വി ഡിഡ്ന്റ് ഹാഡ് മച്ച് ടൈം. 8:30 നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അതിനും ടൈം കിട്ടിയിരുന്നില്ല. സോ തോട്ട് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ രാവിലത്തെ വാക്കൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ബൊഫേ ആയിരുന്നു. ലൈക്ക് ഇഡ്ഡലി, സാമ്പാർ, പിന്നെന്താ ഉണ്ടായിരുന്നത്, പിട്ടുണ്ടായിരുന്നു, പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു, ഉപ്മാവ്, പിന്നെ കുട്ടികൾക്ക് വേണ്ട സോസേജ്, ഫ്രൂട്ട്സ്, കോൺഫ്ലേക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലഞ്ച്, അത് നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് കഴിച്ച റെസ്റ്റോറൻ്റ് ആയിരുന്നു. ദാറ്റ് വാസ് നിയർ ദ റിസപ്ഷൻ ഏരിയ. ആൻഡ് ഇത് ബീച്ച് സൈഡിലുള്ള വേറൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നാണ് ഡിന്നറും നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. Hope you all like the video.